+2 എക്സാം എഴുതി ഒരു വെക്കേഷനിൽ പോകുന്ന മൂഡിലായിരിക്കും നിങ്ങൾ എല്ലാവരും. ഇനി അടുത്തൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ടാവും. ചില ആളുടെ പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു ക്യാമ്പസ് ലൈഫ് അടിച്ചു പൊളിക്കാം. ചില കുട്ടികൾക്ക് ഏറ്റവും ഷോർട്ട് ഡ്യൂറേഷനിലുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്യാം, ലെറ്റ്സ് സെറ്റിൽ ഫാസ്റ്റ് എന്നുള്ള രീതിയിലാവാം. വേറൊരു കൈൻഡ് ഓഫ് ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ ഏതെങ്കിലും പ്രദേശത്ത് പോയിട്ട് പഠിക്കാം, MBA എടുക്കാം, MBBS എടുക്കാം. ഇതൊക്കെ ആയിരിക്കാം പ്രയോറിറ്റീസ്. സത്യത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റീസ് എന്താണ്? അതിലൊരു 3 കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, ഇമ്മീഡിയറ്റ് എംപ്ലോയ്മെന്റ്. നമ്മൾ ഏത് കോഴ്സ് കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ് ആയിട്ട് എംപ്ലോയ്മെന്റ് കിട്ടണം. അതും പഠിച്ചു കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും എംപ്ലോയ്മെന്റ് കിട്ടണം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ജോബിന് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന സാലറി കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ഹാൻഡ് ഫുൾ ഓഫ് റെമ്യൂണറേഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ. മൂന്നാമത്തെ കാര്യമാണ് ഗ്രോത്ത്. ഒരു 5-10 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൊസിഷൻ എവിടെയായിരിക്കും, നമ്മൾ എത്രത്തോളം ഗ്രോത്ത് നമ്മൾക്ക് ഉണ്ടാവും. ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മളുടെ പരിഗണനാ വിഷയമായിട്ട് നമുക്ക് വരേണ്ടത്. എനിവേ, നിങ്ങൾക്ക് പഠിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈക്കുള്ളിൽ എത്താൻ പറ്റും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി ആവട്ടെ, ACC ആവട്ടെ, CMA ഇന്ത്യ ആവട്ടെ, CMA USA ആവട്ടെ, ഇതൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിമാൻഡഡ് കോഴ്സ് ആണ് ഇന്ന് മാർക്കറ്റിൽ. ഇന്നലെ ഞാൻ കണ്ടൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2018 ഒരു സ്കൂളിൽ നിന്ന് വന്ന 5 കുട്ടികൾ, 5 സയൻസ് ആണ്. ഈ 5 കുട്ടികളും എന്ത് ചെയ്തു, 2023 ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്ലിയർ ചെയ്തു. അതിൽ 3 ആൾക്കാർ ഒരേ കമ്പനിയിൽ, KPMG ഗ്ലോബൽ എന്ന് പറഞ്ഞ കൊച്ചിയിലെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വേറൊരാൾ, ബാക്കി 2 ആൾ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫുൾ പ്രൂഫാണ്. ലൈക്ക് യു ക്യാൻ സെറ്റിൽ വിത്ത് എ ഡ്രീം ജോബ്, ഹാൻഡ് ഫുൾ ഓഫ് റെമ്യൂണറേഷൻ.